ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി, അഥവാ ഓൾറെഡി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പരിചയമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് എക്സ് ആവാം, സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ചിരുന്ന വ്യക്തിയാവാം. ഓക്കെ, ആ വ്യക്തി മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറയാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മളൊരു അഫർമേഷൻ പറയുക എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഫീലോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഒന്നുകൂടി ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല ഈ അഫർമേഷൻ ഒന്നും യൂസ് ചെയ്തിട്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പാസ്റ്റ് കണ്ടീഷനിങ് ആയിരിക്കാം, അവർക്ക് എന്തെങ്കിലും ഒരു ലവ് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ശരിയായി കഴിഞ്ഞാലും അത് അധികകാലം നിൽക്കുന്നില്ല, എന്തോ ഒരു ലവ് ബ്ലോക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ബ്ലോക്കുകൾ മാറിക്കിട്ടുക, കൃത്യമായിട്ട് അഫർമേഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ്, സാറേ ഞാൻ അഫർമേഷൻ യൂസ് ചെയ്തു പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് തുറന്നു പറയുക. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് പറയുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാപ്പിംഗ് മെത്തേഡ് ഒന്നുമില്ല. നിങ്ങൾ ടാപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഭാഗത്താണ്. ഇവിടെ ജസ്റ്റ് ഞാനിപ്പോൾ മൈക്ക് വെച്ചതുകൊണ്ട് ഞാൻ ടാപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ അഫർമേഷൻസ് പറയേണ്ടത്. 3 അഫർമേഷനിൽ ഒന്നാമത്തെ അഫർമേഷൻ കാവ്യ എന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കാവ്യ എന്ന് പറയുന്ന പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആരാണ് നിങ്ങളെ മിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേരാക്കിയിട്ട് മാറ്റുക. കാവ്യ എന്നെ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് കാവ്യ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തേത് കാവ്യ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ്. ഒന്നുകൂടി പറയാം. കാവ്യ എന്നെ ആഗ്രഹിക്കുന്നു, കാവ്യ എന്നെ സ്നേഹിക്കുന്നു, കാവ്യ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഹാർട്ടിന്റെ സെന്റർ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക 5 മിനിറ്റ്സ്. ഇത് പറയുന്നതിലൂടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യും, ഒക്കെ ചെയ്യും. ഓക്കെ, ഇനി പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ മോർണിംഗിൽ ഒരു 5 മിനിറ്റ്സ് സെയിം മെത്തേഡ് തന്നെ ടാപ്പ് ചെയ്തിട്ട് കുറച്ച് ചേസിങ് അഫർമേഷൻ ഉണ്ട്. കുറച്ചല്ല, ഒരു ഒറ്റ അഫർമേഷനേ ഉള്ളൂ. ആ അഫർമേഷനും കൂടി നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരികയും ചെയ്യും. ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെ ഒന്നുകൂടി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുകയാണ്. ഇത് ചെയ്യുന്നതിന് ജസ്റ്റ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക്. പക്ഷെ ഒന്നുകൂടി ഡെപ്തിൽ പെട്ടെന്ന് ഇത് എഫക്റ്റീവ് ആവാനും നമുക്ക് ഒന്നുകൂടെ ഫീൽ കിട്ടാനും വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു 10 ബ്രീത്തിങ് ചെയ്യുന്നത് നല്ലതാണ്. ബോഡീനെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ ടാപ്പ് ചെയ്തിട്ട് അഫർമേഷൻ പറയുകയാണെങ്കിൽ ഒന്നുകൂടി പവർഫുൾ ആയിരിക്കും. ഓക്കെ, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് കിട്ടും. നിങ്ങൾ ഈ ടാപ്പ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം അത് ഫീൽ ചെയ്തുകൊണ്ട് പറയുന്ന ഓരോ അഫർമേഷൻസും 3 എണ്ണേ ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് 5 മിനിറ്റ്സോളം പറയുക. 100% റിസൾട്ട് ആയിരിക്കും. ചേസിങ് അഫർമേഷൻസ് മോർണിംഗിൽ ചെയ്യേണ്ടത് വേണ്ട ആളുകൾ മുകളിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരാം. അതും ഇതുപോലെ തന്നെ ടാപ്പ് ചെയ്തിട്ട് പറയുക. ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുക കൂടി ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്